ഹായ്, നമസ്കാരം. ഷാജീസ് കുറിയന്നോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടാന്നറിയണ്ടേ? 13 കണ്ണറപ്പാലം. കാറ്റടിച്ചിട്ട് മൂടിയൊക്കെ അങ്ങ് പറക്കുക. കണ്ട 13 കണ്ണറക്കാല് പാലത്തിൻ്റെ. അപ്പോൾ ഇതുവഴി ഞാൻ ഒരു ചെറുപ്പത്തിലൊക്കെ തെങ്കാശി ചെങ്കോട്ട പാതയ്ക്ക് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, കുഞ്ഞു പ്രായത്തിൽ. അതിനുശേഷം ഞാൻ ഇന്നായി ഇവിടെ വരുന്നതാണ്. ഇതുവഴി ട്രെയിൻ പോകുന്നതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് എടുക്കാൻ, അതുകൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. അതല്ലേ നല്ലേ? നമ്മുടെ വീഡിയോ മനോഹരമാക്കണ്ടേ? ആക്കണ്ടേ ഗായ്സ്? അപ്പോൾ കമൻ്റ് ഇടണ്ടേ? അപ്പോൾ കമൻ്റ് ഇടുക ഗായ്സ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാലേ ഇതിൻ്റെ മനോഹാരിത എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. അടുത്ത് ഏതാണെന്ന് ഒരു പിടി അതിനെപ്പറ്റി അത്ര അറിയില്ല. ആ, എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ വഴി. റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവാ. എങ്ങോട്ടാണെന്നറിയണ്ടേ? ബ്രിട്ടീഷുകാർ പണിത്, അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ റെയിൽവേയുടെ വന്നതാ. 13 കണ്ണറ പാലം. നമ്മളിപ്പോൾ ഒരു തുരങ്കത്തിലോട്ട് കയറുക. ഗൈസ് കണ്ടാ, ട്രാക്ക് പഴുത്തിരിക്കുക. കണ്ടാ, ആ ട്രെയിൻ പോയതിൻ്റെ ഏതാ? ഇത്രയും നല്ല വ്യൂസ് കിട്ടുമോ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്ത് സന്തോഷമാണെന്നറിയാം. ഈ വെയിലത്ത് എത്ര ഡിഗ്രി ചൂടുണ്ടെന്നറിയാം. ഒരു ശകലം ഞാൻ ട്രാക്കിൽ നിന്ന് മാറി നിന്നോട്ടെ, കാരണം പറയാൻ പറ്റത്തില്ല. ഈ വെയിലത്ത് ഇത്രയും ഈ ചൂടത്ത് ഇത് നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അവരത്ര നമ്മൾ സബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതത്ര മനസ്സിന്റെ സന്തോഷം എനിക്ക് അറിയോ. ഒരു കമന്റ് നിങ്ങൾ ഇടുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കുടുംബത്തെ പോലെ ഉള്ളൂ. അതാണ് ഞാൻ ഇത്രയും ചൂടും വെയിലും സഹിച്ച് ഒരു ദിവസത്തെ ലീവ് എടുത്ത് എൻ്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം പൈസ എടുത്തിട്ട് ഇത് കാണാൻ വേണ്ടി വന്നു. ഇതാ ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല ഗായ്സ്. അതാണ് മനസ്സിന്റെ സന്തോഷം. കാഴ്ച നമ്മള് ജീവിതത്തിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടല്ലോ, പൈസ നമ്മൾ സമ്പാദിച്ചിട്ടാ എന്തിനു വേണ്ടിയാ? ഒരു പ്രയോജനമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ 6 അടി മണ്ണ് അതേ ഉണ്ടാവത്തുള്ളൂ. ജീവിതത്തിൽ യാത്രകളൊക്കെ ചെയ്യുക, മനസ്സിന് സന്തോഷത്തിലിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബക്ക്. അപ്പോൾ ഷാജീസ് കുറിയന്നൂർ ബ്ലോഗ്. ഓക്കെ ഗായ്സ്, ഈ സ്ഥലം കഴുതുരുട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എന്തിനാ ഉപയോഗിച്ചതെന്നറിയാം? പണ്ട് കാലത്ത് ചരക്ക് നീക്കത്തിനും മദ്രാസിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര്, എഞ്ചിനീയറുടെ വിസ്മയമാണ് ഈ തുരങ്കപാത. ഈ പാലം നിർമ്മിച്ച ഏത് വർഷമാണെന്നറിയാം? 1994 അന്നാണ് ഇത് നിർമ്മിച്ചത്. ഈ പാലത്തിന് എത്ര നീളം ഉണ്ടെന്നറിയാമോ? ഏകദേശം 102 മീറ്റർ നീളവും 15.8 മീറ്റർ ഉയരവും ഉണ്ട് ഗായ്സ് ഇതിന്. അപ്പോൾ തുരങ്കപാതയിലോട്ട് പോകുമ്പം ഒരു ഇരുട്ടറ പോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതിനകത്ത് നമുക്ക് വെളിച്ചമൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഈ ബ്രിട്ടീഷുകാർ പണിത ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും ഉണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് 13 കണ്ണറ പാലത്തിൻ്റെ നമ്മൾ അടുത്ത വന്നത്. ഇനിയിപ്പോൾ വരാനുണ്ട് തെമ്മല ഡാം. അത് ബ്രിട്ടീഷുകാർ പണിതാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് ഗൂഗിൾ മാപ്പിൽ നോക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ചെങ്കോട്ട, പുനലൂർ ഭാഗങ്ങളിലാണ് ഇതിന്റെ. അപ്പോൾ പ്രധാനമായിട്ട് തമിഴ്നാട്ടിലോട്ടുള്ള പോകുന്ന വഴിയാണ് ഈ റെയിൽപാത. അപ്പോൾ ഒരുപാട് ബ്ലോഗുകൾ ഇവിടെ വന്ന് എടുക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, ട്രെയിൻ വരുന്ന സമയങ്ങളിൽ ദയവ് ചെയ്ത് ഇതിനകത്തൊന്നും കയറി കറണ്ട് അടിക്കാൻ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇതിനകത്ത് മനസ്സിന്റെ സന്തോഷം എന്താണെന്നറിയാം? ഇതിനകത്ത് നല്ല തണുപ്പാണ്. പുറത്താണെങ്കിൽ നല്ല ചൂടും, ഇതിനകത്താകുമ്പോൾ നല്ല തണുപ്പുമാണ് ഗായ്സ്.
ട്രെയിൻ വരാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. അതാണ് ഞാൻ നോക്കുന്നത്. ട്രെയിൻ വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് പോലും. വൈദ്യുതീകരണം വർഷങ്ങൾക്ക് മുമ്പ് കൽക്കരിയിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പേ ഡീസൽ എഞ്ചിനായിരുന്നു ഇതുവഴി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇലക്ട്രിക്കലായി. നാളെ എന്ത് എഞ്ചിനിലാണോ ഇവരിട്ട് ഓടിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു വിസ്മയം തന്നെ ഈ വഴിയുള്ള യാത്ര. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ യാത്ര ഇങ്ങനെ ചെയ്യുന്ന പോലെ. പക്ഷെ ഈ തുരങ്കപാതയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേക വൈബാ. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഒരു ചോറൊക്കെ കഴിച്ച് ഇത് കാണാൻ വേണ്ടി ഞാൻ പോരുന്നു. ഇനി തെമ്മല ഭാഗത്തൊരു സ്ഥലമാണ്, നടന്നോട്ടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇച്ചിരി കിതപ്പുണ്ട്. തെമ്മല ഡാമിലോട്ട് ഞാൻ ഇനി പോകുന്നുണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. ഇനി ഇവിടുത്തെ കൂടെ ചെയ്യാനുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. റോസ്മലയ്ക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് വേറെ ദിവസം പോവാം റോസ്മലയ്ക്കൊക്കെ. ദൂരേന്ന് ഒരു KSRTC വരുന്നുണ്ടോ കേട്ടോ. എന്ത് മനോഹരമല്ലേ. ഒരു ലോറി അങ്ങോട്ട് വന്നു, ഒരു ലോറി ഇങ്ങോട്ട് വരും. ഇതാണ് 13 കണ്ണറ പാലം. ഈയിടയ്ക്ക് ഒന്നുകൂടെ നവീകരിച്ചായിരുന്നു പാലം. പ്രതിഷ്ഠാ വാർഷികത്തിലും മറ്റ് പൂജാതി കർമ്മങ്ങളിലും അന്നദാനത്തിലും പങ്കാളികളാകുവാൻ കലാപരിപാടികൾ ആസ്വദിക്കുവാനും മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം തെന്മല കുന്നത്തുമല ശ്രീ ശിവക്ഷേത്ര തിരുസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ഭഗവാൻ ശ്രീ മഹാദേവൻ ചൈതന്യം ചെരിഞ്ഞ് കുടികൊള്ളുന്ന തെന്മല കുന്നത്തുമല ശ്രീ ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി എന്നിട്ട് നോക്കാം മക്കളെ, എന്റെ ജീവിതത്തിലാണ് ഞാൻ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. കണ്ടോ, ദൂരേന്ന് വണ്ടികളൊക്കെ വരുന്ന കാണാം. എല്ലാം ഉണക്കായണ്ടേ. താഴെ കണ്ടോ, അതിമനോഹരമായ ഒരു വീട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് പുനലൂര്, ആര്യങ്കാവ്, തെങ്കാശി പോകുന്ന റൂട്ടിലാണ്. ഉറുകുന്നിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും ഇങ്ങോട്ട്. പക്ഷെ ഇവിടെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്. പ്രായമുള്ളവർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റ മരങ്ങളില്ല. ഇത് കണ്ടോ, എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുക. തിരിച്ച വ്യൂസ് നോക്കിക്കുക കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പം ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേന്ന് പറയുന്നു. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക. നീ ഇവിടം വരെ ഉള്ളൂ. വൈദ്യുതി തൂണുകളൊക്കെയാണ്.
ഇവിടം വരെ പോയാൽ മതി, കൂടുതൽ അങ്ങോട്ട് പോകണ്ട. അവിടെ ഇനി ഒന്നുമില്ല. ട്രെയിൻ വരാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ തിരിച്ച് ഇറങ്ങുക. ട്രെയിൻ ചൂട് കൂടുതലാണ്ട് ട്രെയിൻ വീഡിയോസ് എടുക്കാനേ. ഇവിടം വരെ ഉള്ളു. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇതിലേക്ക് ഇറങ്ങി പോകുമ്പോൾ വഴികളൊക്കെ കാണുന്നുണ്ട്. മനസ്സിൽ ചെറിയ പേടിയുണ്ട്. കാരണം പുറയിലെങ്ങനെ ട്രെയിനെ നമ്മൾ വീഡിയോയുടെ ശ്രദ്ധയിലാകുമ്പോഴേ ബ്ലോഗിന്റെ ശ്രദ്ധയിലാകുമ്പോൾ ട്രെയിൻ പുറകെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവസഹായത്തിൽ ഒരു ചെവി അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ബേക്കറി ജോലി ചെയ്തപ്പോൾ മുതലാളി തന്ന സമ്മാനം നേരത്തെ ബേക്കറിയിൽ. അതുകൊണ്ട് ചെവിക്ക് ചെറിയ കേൾവിക്കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഇറങ്ങുമ്പോഴേ പോകാം. ദൂരെ നോക്കിയാ ഒരു ചരക്ക് ലോറി വരുന്നുണ്ടോടെ. ചരക്ക് ലോറിയുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്.